ഫ്രണ്ട്സ്, വാച്ച്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാരി ഉടുക്കുന്ന എല്ലാവർക്കും ഫ്ലീറ്റ് എടുക്കാനാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നമുക്ക് സിൽക്ക് സാരി, ഇച്ചിരി കട്ട് കൂടിയ സാരിയൊക്കെ ആണെങ്കിൽ മുന്താണി ഭാഗത്ത് ഈ ജെറിയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ വന്ന് ഇച്ചിരി കട്ട് കൂടുതലാണെങ്കിൽ നമ്മൾക്ക് അതിന് കുറച്ച് ടൈം എടുക്കൂല്ലേ. അപ്പോൾ നമുക്ക് ഫ്രീ ഉള്ള ടൈമിൽ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, ഓഫീസിൽ പോകുന്നവർ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് നമുക്ക് ഫ്രീ ഉള്ള ടൈമിൽ നമ്മൾ ഫ്ലീറ്റ് എടുത്ത് കറക്റ്റായിട്ട് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ നോക്കാം. ഇതിനു വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പല്ലു പോർഷൻ്റെ ലെങ്തും നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനും നമ്മുടെ ഈ ഫ്ലീറ്റിൻ്റെ അളവും അറിയാമെന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് റഫായിട്ട് നമുക്കൊന്ന് വേഗം തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പല്ലുവിന് ഏകദേശം ഞാൻ ഈ ഒരു ലെന്തിലാണ് ഞാൻ പല്ലു എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെഫ്റ്റി പിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏകദേശം ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അത് കറക്റ്റ് എന്നല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഏകദേശം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫ്ലീറ്റ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ ഫ്ലീറ്റിൻ്റെ സ്പേസ് നമ്മൾ വിട്ട് കളയാം കേട്ടോ. അത് നമ്മൾ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പോർഷനാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫ്ലീറ്റ് ഇങ്ങനെ തന്നെ എടുക്കുക. ഈ ലാസ്റ്റത്തെ ഫ്ലീറ്റ് കുറച്ച് വലുതാക്കി ഇടുക. അപ്പോൾ നമുക്കത് കൊടുക്കുമ്പോൾ ആ ഫ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പറയാറുള്ളത് പോലെ ചെറിയ ഡിസ്റ്റൻസിൽ എടുത്തിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞ് കറക്റ്റ് എടുത്തു കഴിഞ്ഞാലേ നമുക്കത് കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിന് ശേഷം നമുക്ക് കറക്റ്റ് ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്യാം. നമ്മുടെ ഓൾറെഡി താഴ്ഭാഗത്തോട്ടുള്ള ഫ്ലീറ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഫസ്റ്റ് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ആയാലും എടുത്താൽ മതി. ഇത് ലാസ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിൻ ചെയ്യുക, ഇവിടെ ഒരു പിൻ ചെയ്യുക. അപ്പോൾ ഇതിന് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റ് അളവ് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഓരോ ഫ്ലീറ്റും ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്യാം. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, അതും കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പിൻ ചെയ്യാം. ഈ ഭാഗം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലോട്ടുള്ള നമ്മുടെ മുന്താണി പോർഷനൊക്കെ ഫ്ലീറ്റ് എടുത്ത് നമുക്ക് അയൺ ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ജൂഡ് സിൽക്കിൻ സാരിയാണ്. ഇതിന് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പല്ലും തിരിച്ചിടുക കേട്ടോ ഫസ്റ്റ്. അതിനുശേഷം ഞാൻ ഇതിന് ഏകദേശം ഒരു അളവ് കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിരൽ വീതിക്കുള്ള ഫ്ലീറ്റാണ് ഞാൻ എടുക്കുന്നത്. അത് കറക്റ്റ് ഇങ്ങനെ എടുക്കുക. ഇപ്പം അത് കവർ ചെയ്ത് പോകാത്ത രീതിയിലായിരിക്കണം അടിയിലത്തെ ഫ്ലീറ്റ് വരുന്നത്. ഇതുപോലെ എടുക്കുക. ഇങ്ങനെ ഓരോ ഫ്ലീറ്റും എടുത്തു കൊടുക്കുക. സാരിക്ക് നമുക്ക് ഫ്ലീറ്റിൻ്റെ അളവ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സാരിയുടെ വീതി അനുസരിച്ചിരിക്കും കേട്ടോ. കാഞ്ചീപുരം സാരിക്കാണെങ്കിൽ നമുക്ക് എന്തായാലും 10-12 ഫ്ലീറ്റ് എന്തായാലും കിട്ടും. ഇതിന് വേണമെങ്കിൽ നമുക്ക് അത്ര എടുക്കാം, പക്ഷെ നമുക്ക് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലീറ്റ് എടുക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഈ എൻഡിൽ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ, എല്ലാ ഫ്ലീറ്റും ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇവിടെയും നമ്മൾ ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുക്കണേ. ഇതിന് ശേഷം നമുക്ക് എത്രത്തോളമാണോ വേണ്ടത്, നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ അതിന് എത്രയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരളവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരേക്കുമാണ് നമുക്ക് ബാക്കിലേക്ക് വേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതുവരെയാണ്. അപ്പോൾ ഇവിടെ വരെ പിന്നീടുള്ള ഫ്ലീറ്റ് നമുക്കിതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യാം. പിന്നീടുള്ള ഫ്ലീറ്റ് ഇതുണ്ടോ, നമുക്കിവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓരോ ഫ്ലീറ്റ് ഇങ്ങനെ എടുക്കുക. ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം.
ഇതുണ്ടോ. അതിന് ശേഷം നമ്മളിവിടെ അയൺ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ. ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഈ ജൂട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഒതുങ്ങാനായിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഉണ്ടോ. ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് അയൺ ബോക്സ് വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ഒതുങ്ങി കിട്ടും. പിന്നീട് ബാക്കിയുള്ള പോർഷന് നമ്മൾ അതുപോലെ ചെയ്യാം കേട്ടോ. ഈ ഒരു ലെന്ത് വരേക്കും നമ്മൾ ഫുൾ ഇതുപോലെ തന്നെ പിടിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. കണ്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു പോർഷനിൽ വേണമെങ്കിൽ നമുക്കൊരു പിൻ ചെയ്യാം. ഇതാ കറക്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഈ എടുത്ത ഇത്രയും പോർഷൻ വരേക്കും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണേ. ഒരേ ഫ്ലീറ്റ്, അതിനകത്ത് ഒരു ഫ്ലീറ്റും വിട്ടു പോകരുത്. കറക്റ്റായിട്ടിരിക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ പോർഷൻ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ബാക്കിലോട്ടുള്ള പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗമാണ് കേട്ടോ അത് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ഫ്ലീറ്റും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ. ഇതുപോലെ തന്നെ ഇതാ ഓരോന്നും ഇത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ബാക്കിയുള്ള ഫ്ലീറ്റ്സ് എല്ലാം ഇതിന് നമ്മളൊരു പോയിന്റ് വെച്ചിട്ടുള്ളതാണ്. അതെ ഈ പിന്ന് കൊടുത്തേക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഏകദേശം കണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ പിൻ വരുന്ന അത്രയും ഭാഗമേ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മളത് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ ഇത് ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ കൊടുക്കണേ. അപ്പോൾ മാത്രം അതിൻ്റെ ആ ഒരു കറക്റ്റായ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇത് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉടുക്കുമ്പോൾ എന്തിനാണേലും ആ ഒരു ഈക്വലായ ഒരു കറക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. ഇതുണ്ടോ. ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്നാലും നമ്മൾ മാക്സിമം ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാവും. എന്തോ അത്രയേ ഉള്ളൂ. ഏകദേശം ഈ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു പിന്ന്, അത്രയും പോർഷൻ വരെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മോൾ ഭാഗത്തെ ഫ്ലീറ്റ് അയൺ ചെയ്ത പോലെ തന്നെ താഴ്വശം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഉടുക്കുമ്പോഴേക്കും അതെന്തായാലും സ്പ്രെഡായി വന്നോളും. വേണ്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ് എടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഉടുത്ത് പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പിറ്റേന്നൊക്കെ നമുക്ക് അല്ലാതെ നമുക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇത് ഇങ്ങനെ എടുക്കുക. ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്ലീറ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബാക്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ പല്ലു പോർഷൻ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക.
ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് തന്നെ നമ്മുടെ ഡോറിലോ അല്ലെങ്കിൽ എന്താ പറയുക അഴയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാങ്കർ എടുത്തിട്ട് നമുക്ക് നീറ്റായിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക ഇതുപോലെ ഫോൾഡ് ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ട് കേട്ടോ, മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട്. പക്ഷേ അത് ഞാൻ എങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കിയാലും നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ ഫുള്ളായിട്ട് ചുളിവുകൾ വീഴാറുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചെയ്യലില്ല. ഇതപ്പം ഇങ്ങനെ വളരെ നീറ്റായിട്ട് നമുക്കെടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉടുത്തോണ്ട് വേഗം പോയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 11 ഫ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എടുത്ത് അയൺ ചെയ്ത് വെച്ചത് കൊണ്ട് എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. നമ്മുടെ ഈ താഴ്വശത്തേക്കുള്ള ഫ്ലീറ്റൊക്കെ ആണെങ്കിലും കണ്ടോ, നമുക്ക് പിന്നെ അത് പിടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നല്ല കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വേഗം എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ആളുകൾക്കും എന്താ പറയുക ഇതിൻ്റെ സാരിയുടെ വീതി അനുസരിച്ചിട്ടാണ് നമുക്ക് ഫ്ലീറ്റിൻ്റെ എണ്ണം കിട്ടുക അല്ലേ. അപ്പോൾ സാരിക്ക് ചിലതിനൊക്കെ വീതി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്നാലും നിറയെ ഫ്ലീറ്റ് ഉള്ളത് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ ഈ ഫസ്റ്റിലത്തെ ഫ്ലീറ്റും അത് കഴിഞ്ഞ് വരുന്ന ഒരു ഫ്ലീറ്റും ഏകദേശം ഈ ഒരു വീതിക്ക് തന്നെ വിടുക. ഇവിടെ അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കഴിഞ്ഞുള്ള ഒരു ഫ്ലീറ്റ് ആ ഒരു വീതിക്ക് വിട്ടിട്ട് ഈ സെൻറ്റർ പോർഷൻ മൊത്തം ഒന്ന് വീതി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഈ ഒരു ഫ്ലീറ്റ് തന്നെ ഏകദേശം 1-2 ഫ്ലീറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അവർക്ക് ഏകദേശം ഈ ഒരു അളവിൽ തന്നെ ഫ്ലീറ്റ് കിട്ടും. പക്ഷെ അത് കുറേ വണ്ണം കൂടിയവർക്കാണെങ്കിൽ അവർക്ക് ഈ സ്റ്റൊമക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് ഈ രീതിയിൽ തന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവർക്കല്ലാതെ സാധാരണ ഇങ്ങനെ തന്നെ ഉടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ നന്നായിരിക്കും, അവർക്ക് ആവശ്യത്തിനുള്ള ഫ്ലീറ്റ് കിട്ടും. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മൾ എങ്ങനെ വരച്ചാൽ ഇതുണ്ടോ, ഇങ്ങനെ തന്നെ ഉണ്ടാവും. അത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സാരി ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ സ്ക്രീനിൻ്റെ എൻഡിൽ കൊടുക്കാം, നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അതിപ്പോൾ ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. വീണ്ടും നമ്മൾ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.